ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു വിശേഷമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് മോളുടെ സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്. അവളുടെ ഡാൻസ് സ്കൂളിൽ. അപ്പം ഞാനും മോളും കുഞ്ഞിൻ്റെ അമ്മൂമ്മയും കൂടെ ഡാൻസ് സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പം രാവിലെ ഒരുങ്ങി റെഡിയായി. രാവിലെ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 9-9:30 ആയിട്ടോ. അപ്പം അവിടെ അടുത്ത അമ്പലത്തിൽ കൂടെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. പക്ഷെങ്കിൽ അത് പറ്റിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. എന്തായാലും ഇന്ന് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല രാവിലെ. ഇപ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി ബ്ലോക്കായി കിടക്കുന്നത്. കാരണം ബ്ലോക്കല്ല, എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അറിയാമല്ലോ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി ഒരുപാടുണ്ട്. അപ്പോൾ ഫ്രൈഡേ സൺഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാട്ടോ അമ്പലത്തിൽ. ഇവിടെ അടുത്ത് തന്നെ അമ്പലവും അടുത്ത് തന്നെയാണ്, ഡാൻസ് സ്കൂൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്തായതുകൊണ്ടാണ് അമ്പലത്തിലൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും നടന്നില്ല. ഞങ്ങളൊരു 9:30 ആയപ്പോഴത്തേനും ഡാൻസ് സ്കൂളിൽ വന്നേട്ടോ. അവിടെ വന്നപ്പോൾ സാറുണ്ട്, പിന്നെ കുറേ കുട്ടികളുടെ അമ്മമാരും ഉണ്ട്. 3-4 പേര് അപ്പം ആ സമയത്ത് വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ വന്ന് നോക്കിയപ്പോഴത്തേന് അത്തപ്പൂക്കെ ഇട്ട് നല്ല റെഡിയാക്കി, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ത് ഭംഗിയായിട്ട് അത്തപ്പൂ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെയും കുട്ടികളുടെ അമ്മമാരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഒരു 10-10:30 എല്ലാവരും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ കുറേ 3-4 കൂട്ടുകാരികളുടെ കൂടെ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഇന്നൊരു ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാം മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടികളും. എൻ്റെ മോൾക്ക് മാത്രം മുല്ലപ്പൂ കിട്ടിയില്ലായിരുന്നു. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ വന്നപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് പിന്നെ മോളെ എടുക്കുകയും കുറച്ച് നേരം മോളോട് ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആൾ ഒന്നുകൂടെ ഹാപ്പിയായി. അത് കഴിഞ്ഞ ഉടനെ ദീപം തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഡാൻസ് സ്കൂളിലെ മുതിർന്ന കുട്ടികളും മുതിർന്ന സീനിയർ ചേച്ചിമാരും എല്ലാവരും കൂടി ദീപമൊക്കെ തെളിയിച്ച് ഓണം അടിപൊളിയാക്കി, ഓണപ്പരിപാടി. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ആ ഡാൻസ് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ചേച്ചിമാരെല്ലാം കൂടി കുഞ്ഞുങ്ങളെ അപ്പം തന്നെ ആ സമയത്ത് തന്നെ 2-3 സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ച് എന്തായാലും എല്ലാവരും നല്ലതുപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് മോള് ഒന്നിനും ചേരത്തില്ല, എവിടെയെങ്കിലും മാറി ഒരിടത്ത് ഇരിക്കത്തുള്ളെന്നാണ് വിചാരിച്ചത്. സാധാരണ അവൾ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്തോ ആൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുട്ടികളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കളികളാണ് കേട്ടോ, ഓണക്കളികൾ. ആദ്യം തന്നെ കസാര കളിയായിരുന്നു കേട്ടോ. ആദ്യത്തെ റൗണ്ടിൽ മോള് ഔട്ടായിട്ടില്ലായിരുന്നു. 2-മത്തെയോ 3-മത്തെയോ റൗണ്ടായപ്പോൾ മോൾ ഔട്ടായിട്ടോ. ആൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ, അത് ചിലപ്പോൾ സമ്മാനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം. ആൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ജയവും തോൽവിയൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലയോ, നമുക്ക് അടുത്ത പ്രാവശ്യം റെഡിയാക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഓക്കെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ലായിരുന്നു,
പേരൻസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കസാരകളിയൊക്കെ. എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അത് മാത്രം എടുത്തില്ല, കുട്ടികളുടെ മാത്രം കേട്ടോ. പിന്നെ ബിസ്ക്കറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നൂലെ കെട്ടിയിട്ട് ചാടി അതെടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1:30 ഒക്കെ ആയപ്പോഴത്തേനും ഓണസദ്യ റെഡി ആയിട്ടോ. അങ്ങനെ കാത്തിരുന്ന് ഓണസദ്യ റെഡിയായി. അവിലും സാമ്പാറും തോരനും എല്ലാം ആയി കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. വളരെ ചുരുക്കമായിട്ടോ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ. എല്ലാവർക്കും ഓണാശംസ.